ഹലോ, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ചെറിയ വ്ളോഗാണ് കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് പാചകവും ഷോപ്പിങ്ങും ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ. രാവിലെ തന്നെ ചായയൊക്കെ ഇടുകയാണ്. അപ്പം ഇന്ന് ഏട്ടന് പോകണ്ട, ഏട്ടനിന്ന് ലീവാണ്. മോൾക്ക് പോകണം, മോക്കിന്ന് എക്സാമാണ്. അപ്പോൾ അതുകൊണ്ട് ഇളയ മോള് ഇന്ന് കോളേജിൽ പോകണം, അവൾക്ക് എക്സാം ആയതുകൊണ്ട്. ഇന്ന് എൻ്റെ മൂത്ത മോള് അവൾ വരുന്നുണ്ട് പൂനെയിൽ നിന്ന്. അപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിയുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഡിമാർട്ട് വരെ പോകാമെന്ന് വെച്ചു. ഞാൻ താമസിക്കുന്നത് നാസിക്കിലാണ്, മഹാരാഷ്ട്രയിൽ. അപ്പം കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വേഗം തന്നെ എല്ലാം റെഡിയാക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. വൈകുന്നേരമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും അവിടെ. കുറച്ച് നേരത്തെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ ചപ്പാത്തിയും ഉരുളൻകിഴങ്ങ് കറിയും ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഉരുളൻകിഴങ്ങൊക്കെ ഞാൻ നേരത്തെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് കട്ട് ചെയ്ത് നമ്മൾ പെട്ടെന്ന് തന്നെ കറി ഉണ്ടാക്കാൻ പറ്റും, ഈസിയാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ വേണമെങ്കിൽ, റെസിപ്പി വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ, ഞാൻ ഇടാവേ. അപ്പോൾ അത് ഞാൻ ചപ്പാത്തിയും വേഗം ഉണ്ടാക്കി, ഉരുളൻകിഴങ്ങ് കറിയും ആയിട്ടുണ്ട്. ചപ്പാത്തി മോള് കൊണ്ടുപോകുന്നില്ല, അവൾക്ക് ഉച്ചയ്ക്കേ ഉള്ളൂ എക്സാം. അപ്പോൾ അതുകൊണ്ട് അവൾ എല്ലാം റെഡി ആവുന്നുണ്ട്. അപ്പോൾ അവൾ ചപ്പാത്തി കഴിച്ചുകൊണ്ട് പൊക്കോളൂ. അപ്പോൾ ഞങ്ങൾ വന്നിട്ട് അവൾ പോകത്തുള്ളൂ. അപ്പോൾ ആഹാരമൊക്കെ കഴിച്ചിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ചപ്പാത്തി എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്, അവർക്കെല്ലാം കൊടുത്തു. അപ്പോൾ ഞാനും പെട്ടെന്ന് ആഹാരം കഴിച്ചിട്ട് ഞങ്ങൾ ഡിമാർട്ടിലോട്ട് ഇറങ്ങി. ഞങ്ങൾക്കിവിടെ ഇന്ന് വളരെ അടുത്താണ് ഡിമാർട്ട് കേട്ടോ. അപ്പം ഇപ്പോൾ ഡിമാർട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും കിട്ടും. നമ്മുടെ തേങ്ങ, അങ്ങനെയുള്ള അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം അവിടെ നിന്ന് കിട്ടും. അപ്പം നമ്മൾ എപ്പോഴും വാങ്ങിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരിടത്തു നിന്ന് തന്നെ അങ്ങ് വാങ്ങിക്കും. പിന്നെ പാല്, തൈര് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്കിവിടെ തൊട്ടടുത്ത് തന്നെ കടയുണ്ട്, അവിടെ നിന്ന് വാങ്ങിക്കും. അപ്പോൾ ഇത് ഞങ്ങൾ ഡിമാർട്ടിലെത്തി. അത്യാവശ്യം വേണ്ട സാധനങ്ങൾ, നമ്മൾ തേയില അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് പെട്ടെന്ന് എടുത്തത്. പിന്നെ മെയിനായിട്ട് ഞാൻ പോയത് തന്നെ നമുക്ക് നമ്മുടെ തേങ്ങ നല്ലത് കിട്ടണമെങ്കിൽ ഡിമാർട്ടിൽ പോകണം. സാധാരണ ഇവിടെ കിട്ടുന്ന കടകളിലൊക്കെ അത്ര നല്ല തേങ്ങയൊന്നും അല്ല. അപ്പോൾ അതേ ഞാൻ ഒരുമാതിരി നല്ല തേങ്ങ എടുത്തു. പിന്നെ ചേട്ടൻ തന്നെ നോക്കി എടുക്കും, ഞാനെടുത്തത് ശരിയാവത്തില്ല. അപ്പം ഒരു 8-10 തേങ്ങ ഞങ്ങൾ എടുക്കും. പിന്നെ വീട്ടിലേക്ക് ഒരു മാസത്തേക്ക് വേണ്ട അത്യാവശ്യം സാധനങ്ങളെല്ലാം എടുക്കുന്നുണ്ട്. പിന്നെ മക്കൾക്ക് പിന്നെ കുറച്ച് ഡ്രസ്സ് എടുക്കണം, അപ്പോൾ അതും കൂടെ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഡിമാർട്ട് നമുക്ക് കുറച്ച് വിലക്കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരുപാടൊന്നും ഇല്ലെങ്കിലും. നമുക്ക് പിന്നെ കുറച്ച് അടുത്തായതുകൊണ്ടും ഞങ്ങളിവിടെ വന്നാണ് മിക്കവാറും ഇപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം വേണ്ട. പിന്നെ എനിക്ക് അത്യാവശ്യമായിട്ട് ഗോതമ്പ് പൊടി, ഞങ്ങൾക്കിവിടെ മിക്കവാറും ചപ്പാത്തി ആയിരിക്കും. അപ്പോൾ പിന്നെ ഗോതമ്പ് പൊടി മെയിനായിട്ട് വേണം. ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ചോറിനേക്കാൾ കൂടുതൽ ചപ്പാത്തിയാണ് ഞങ്ങൾ കഴിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ രാവിലെ വന്നതുകൊണ്ടാണ് വലിയ തിരക്കില്ലാത്തത്. കുറച്ച് ഉച്ചയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നല്ല തിരക്കായിരിക്കും. സാധാരണ ഞങ്ങൾ എല്ലാ വട്ടവും ഉച്ചയ്ക്കാണ് വരുന്നത്. ഉച്ചയ്ക്കായി കഴിഞ്ഞാൽ ഇവിടെ നല്ല തിരക്കാണ്. അപ്പം നമുക്ക് ബില്ല് ചെയ്യാനൊക്കെ ഒരുപാട് താമസം എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഈ വട്ടത്തിൽ നേരത്തെ ഇറങ്ങിയതാണ്. എല്ലാ വട്ടവും ഇവിടെ വന്ന് പോകുമ്പോഴത്തേനും സന്ധ്യയാവും. അപ്പം വൈകുന്നേരം ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ, അപ്പോൾ ഈ വട്ടം ഞാൻ നേരത്തെ തീരുമാനിച്ചതാണ് ഞങ്ങൾക്ക് നേരത്തെ പോവാം. എന്നാലും നമുക്ക് സാധനങ്ങളൊക്കെ എടുത്ത്, എനിക്കും വീട്ടിൽ ചെന്നിട്ട് ജോലിയുണ്ട്, മോളൊക്കെ വരുന്നതുകൊണ്ട് ആഹാരമൊക്കെ ഇനി ബാക്കി ഉണ്ടാക്കണം എന്നൊക്കെ ഞങ്ങളിങ്ങനെ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു. പിന്നെ ഏട്ടൻ വേണ്ട ഗ്ലാസിൻ്റെ കണ്ടെയ്നർ എടുക്കുവാണ്. അപ്പോൾ ഓഫീസിലൊക്കെ പോകുമ്പം ഫുഡൊക്കെ നല്ല ഇതായിട്ടിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഏട്ടൻ 2-3 കണ്ടെയ്നറൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്തു. പിന്നെ വേറെ അങ്ങനെ പാത്രങ്ങൾ അങ്ങനെയൊന്നും വാങ്ങിച്ചില്ല, ഇത് മാത്രമേ എടുത്തുള്ളൂ. അതൊന്നും പ്ലാൻ ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ കണ്ടപ്പോൾ നമ്മൾ എടുത്തതേ ഉള്ളൂ. പിന്നെ അതേ ഡ്രസ്സുകളൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട് അത്യാവശ്യം, മോക്കുള്ളതും പിന്നെ ഏട്ടനും. പിന്നെ കൂട്ടത്തിൽ ഞാനും എടുത്ത് 2 നൈറ്റി, ചൂടല്ലേ അപ്പം പിന്നെ നൈറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യമുള്ള എല്ലാം ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾ പെട്ടെന്ന് തന്നെ പോവാണ്, കാരണം ഇപ്പം തന്നെ തിരക്കായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇനിയും എളുപ്പം ബില്ല് ചെയ്തില്ലെങ്കിൽ ശരിയാവത്തില്ല, ആൾ കൂടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി, ഫ്ലാറ്റിലെത്തിയിട്ടുണ്ട്. അപ്പം ഇളയ മോൾ ഇവിടെ ഉണ്ട്, മൂത്താൾ വരുമ്പോഴത്തേന് ഇന്ന് രാത്രിയാവും. അപ്പോൾ ഏട്ടൻ പോയി വിളിച്ചുകൊണ്ട് വരും മോളെ. അപ്പോൾ അതിന് വീട്ടിലെത്തി. ഇനി മെയിൻ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇതെല്ലാം ഒന്ന് ബില്ല് നോക്കി എടുത്ത് വെക്കണം. തേങ്ങ മെയിനായിട്ട് കിട്ടേണ്ട സന്തോഷമാണ് എനിക്ക്, കാരണം ഞാൻ പറഞ്ഞില്ലേ തേങ്ങ ഇവിടെ കിട്ടാൻ ഇച്ചിരി നല്ല തേങ്ങ കിട്ടാൻ പാടാണ്. അപ്പോൾ അതേ ഡ്രസ്സുകളൊക്കെ എല്ലാം എടുത്ത് വെച്ച് ബില്ലൊക്കെ നോക്കി പിന്നെ എല്ലാം എടുത്ത് വേണം. എന്നെ ഇവിടെ അത് മോളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. പിന്നെ ഞാൻ എനിക്ക് വാങ്ങിച്ച നൈറ്റിയൊക്കെ ഒന്ന് നോക്കി വെക്കുകയാണ് എങ്ങനെയുണ്ട് എന്നൊക്കെ. നമ്മൾ ഈ ഡിമാർട്ടിലും ബിഗ് ബസാറിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്യാത്ത പല കാര്യങ്ങളും വാങ്ങിക്കുക, കൂട്ടത്തിലുള്ളതാണ് ഈ നൈറ്റിയൊക്കെ കേട്ടോ. പിന്നെ തേങ്ങയൊക്കെ നല്ലതാണെന്നൊക്കെ ഒന്നോടൊന്ന് ചെക്ക് ചെയ്യുവാണ്. അപ്പോൾ വന്നുണ്ടെങ്കിൽ തന്നെ നമ്മളിതെല്ലാം നോക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ ടെൻഷനില്ല. അപ്പോൾ എനിക്കിനി ആഹാരം ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ ഇപ്പോൾ എളുപ്പം തന്നെ എല്ലാം നോക്കി ഒന്ന് വെക്കുവാണ്. നമ്മൾ വാങ്ങിയ എല്ലാ ഐറ്റവും ഉണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്ത് വെക്കുവാണ് ഞാൻ.
പിന്നെ ഇതൊരു ടീഷർട്ട് വാങ്ങിച്ചു. ഇത് ഇളയാൾക്ക് വാങ്ങിച്ചാണ്. അപ്പോൾ അവൾ അതിനെക്കുറിച്ച് പറഞ്ഞ് നല്ല തുണിയാണെന്നൊക്കെ പറയുകയാണ് അവൾ. പിന്നെ ഇതേ ഈ ബ്ലൂ കളർ ഷർട്ട് ഞാനിത് ഏട്ടന് വേണ്ടി എടുത്തതാണ്. അപ്പോൾ നല്ല സൂപ്പറാണെന്നൊക്കെ ഏട്ടൻ പറയുവാണ് അവിടെ നിന്നുകൊണ്ട്. പിന്നെ ഞാനൊരു ബിസ്ക്കറ്റ് എടുത്തപ്പോൾ മോളത് എൻ്റെ ഇത് വാങ്ങിച്ചുകൊണ്ട് പോയി. പിന്നെ ഇതേ ഉച്ചക്കലത്തേക്കുള്ള ചോറൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ ചോറും ഒക്കെ വെച്ചിട്ടാണ് പോയത്. പിന്നെ കുറച്ച് കൊഞ്ചൊക്കെ ഇരുന്നത് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് പെട്ടെന്ന് ഒരു റോസ്റ്റ് പോലെ ആക്കിയിട്ടുണ്ട്. മുന്നേ മോരുകറിയും വെച്ചു. അങ്ങനെ എല്ലാവരും ഉച്ചക്കലത്തെ ഊണ് കഴിഞ്ഞു. അത് കഴിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വിട്ടു. കാരണം അവിടെ നിന്ന് പോയി വന്നു കഴിഞ്ഞ ശേഷം പെട്ടെന്ന് തന്നെ ആഹാരമൊക്കെ ഉണ്ടാക്കാൻ കയറിയതുകൊണ്ട് മൊത്തം വൃത്തികേടായിട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ ഒരുമാതിരി ഒന്ന് വൃത്തിയാക്കി. പിന്നെ പെട്ടെന്ന് തന്നെ ഒരു ചായ ഇട്ട് കുടിച്ചു. കാരണം എനിക്ക് ഈ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല തലവേദനയാണ്. അപ്പോൾ ചായ കുടിച്ച് കുറച്ച് നേരം ബാൽക്കണിയിലൊക്കെ ഒന്നിരുന്ന് ഒരു 10 മിനിറ്റൊക്കെ റെസ്റ്റ് എടുത്ത ശേഷം വിളക്ക് കത്തിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേനും ഇത് സന്ധ്യയായി. പിന്നെ പോയി മേലൊക്കെ കഴുകി വിളക്കൊക്കെ കത്തിച്ച് കുറച്ച് നേരം നാമമൊക്കെ ചൊല്ലി ഇങ്ങനെ ഇരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. ബൈ.